പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 45-ാം ദിനം. ലേബലുകൾ അന്വർത്ഥമാക്കാം. വളക്കൂറുള്ള മണ്ണിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും സ്വീകരിച്ചു വളർന്നു വന്ന അത്തിവൃക്ഷം എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് അത് വളരുന്നത്. അതുകൊണ്ട് തന്നെ മുന്തിരിക്ക് ലഭിക്കുന്ന എല്ലാ പരിചരണങ്ങളും കരുതലും അതിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ വൃക്ഷം വളരുന്നുണ്ട് എന്നല്ലാതെ ഫലമൊന്നും പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുന്നില്ല. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഈ അത്തിവൃക്ഷത്തിന് ഒരു കുറവുണ്ട്. ഫലങ്ങൾ ഇല്ലെന്ന കുറവാണത്. ധനികനായ ഒരു യുവാവിനോട് ക്രിസ്തു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. യു ലാക്ക് വൺ തിങ്. പങ്കുവയ്ക്കാത്ത ധനമായിരുന്നു അവൻ്റെ കുറവ്. അത് പരിഹരിക്കാൻ അവൻ തയ്യാറായതുമില്ല. അവസാനം അവൻ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. ഒരിക്കൽ യാത്രാമധ്യേ കലശലായ വിശപ്പ് അനുഭവപ്പെട്ട ഒരു യാത്രക്കാരൻ ഇവിടെ ബിരിയാണി കിട്ടും എന്ന ബോർഡ് എഴുതി വച്ചിരിക്കുന്ന ഒരു കടയിലേക്ക് കയറി ചെന്നു. അവിടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഒരു ബിരിയാണി. അപ്പോൾ അകത്തുനിന്ന് വന്നയാൾ പറഞ്ഞു, ഇവിടെ ബിരിയാണി കിട്ടില്ല. അത് കേട്ട് കുപിതനായ യാത്രക്കാരൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതോ? അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇത് ബോർഡ് എഴുതുന്ന സ്ഥലമാണ്. ഒരു ഹോട്ടലിനു വേണ്ടി എഴുതി വച്ചിരിക്കുന്ന ബോർഡാണിത്. സാധാരണഗതിയിൽ ബോർഡ് എഴുതി വച്ചിരിക്കുന്നിടത്തെല്ലാം അതിൽ പറയുന്ന കാര്യങ്ങൾ കിട്ടേണ്ടതാണ്. എന്നാൽ കിട്ടുന്നില്ലെങ്കിലോ? അത്തിവൃക്ഷം എന്ന പേര് മാത്രം പോരാ, അതിൽ നിന്നും അത്തിപ്പഴങ്ങൾ കിട്ടണം. നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിയിൽ ഓരോ ലേബലുണ്ട്. അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, പട്ടക്കാരൻ, സുവിശേഷകൻ. ലേബലുകൾ പലതാണ്. എന്നാൽ എൻ്റെ നെറ്റിയിലെ ലേബൽ അന്വർത്ഥമാക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നവനായി തീരുന്നത്. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറുവാൻ നാം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മിൽ ഫലങ്ങൾ ഉളവാകുന്നത്. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും നമ്മുടെ മേലുള്ള ലേബലുകൾ അർത്ഥവത്താക്കും വിധം നമുക്ക് ജീവിക്കാം. ഇല മാത്രമല്ല, ഫലവും പുറപ്പെടുവിക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.